പെട്ടെന്ന് ഇങ്ങനെ ഒരു മനം മാറ്റം ഉണ്ടാകാനുള്ള കാരണം എന്താണെന്നാ ഞാൻ ചോദിച്ചത്? അവര് വാടക തരാറില്ലെന്ന് നീ നുണ പറഞ്ഞതല്ലേ? എന്നാരും പറഞ്ഞു? ഞാൻ പോലീസിനെ വിട്ട് അന്വേഷിപ്പിച്ചു. പോലീസിനെ വിട്ട് അന്വേഷിപ്പിക്കാൻ ഞാൻ പറഞ്ഞോ? ഇല്ലല്ലോ. നീ പറഞ്ഞതുപോലെ ചെയ്യാൻ പോലീസുകാരായിരുന്നു നിന്റെ കൂലിക്കാരോ? പോലീസുകാരെ അവരെ അധിക്ഷേപിച്ചോ? ഞാൻ വിശ്വസിക്കുന്നില്ല. ആഹാ, നിനക്ക് അവര് കൈക്കൂലി തന്നു അല്ലേ? ഗോപാലകൃഷ്ണ, കൈക്കൂലി എന്ന വാക്ക് തന്നെ എനിക്ക് അലർജിയാണ്. എന്തിനാ നിർത്തിയത്? തല്ലടാ, തല്ലടാ, ഒരു പ്രാണ സുഹൃത്തിന്റെ മൂന്നുകൾ തല്ലടാ. സ്നേഹത്തെക്കാൾ വലുതാടാ എനിക്ക് സത്യവും നീതിയും. ഒന്നോ കേട്ടോ ഗോപാലകൃഷ്ണ, ഈ കാക്കി കുപ്പായം നിന്നെ ഒരു ഭ്രാന്തനാക്കിയടാ, നന്ദി കെട്ടവനാക്കി. രാജേന്ദ്ര, സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് നിനക്ക് എത്ര പ്രാവശ്യം ഞാൻ ചോറ് വാങ്ങിച്ചു തന്നിട്ടുണ്ടടാ. വെട്ടി ഉരുട്ടി ഉരുട്ടി വിഴുങ്ങിയതൊക്കെ നീ മറന്നുവേണോടാ. നീ അല്പനാണ്, നീ ശപ്പനാണ്. പോടാ, നീ വലിയ എസ് ഐ ആണെന്ന് ഞാൻ നോക്കൂല. അടിച്ച് നിന്റെ മൂന്നയുടെ ഷേപ്പ് ഞാൻ മാറ്റും. നിന്റെ സഹായിക്ക് വേണ്ടടാ. നീ കോട്ടപ്പള്ളി സുരേന്ദ്രനെ വേണ്ട പാക്കിയാണല്ലോ. നീ ധൈര്യം കൊണ്ട് എന്നോട് കളിച്ചു നോക്ക്. ഉണ്ട ചോറിന് നന്ദി കാണിക്കാത്ത കൊണാപ്പൻ. മീര, നല്ല പേര്. ഹലോ, കുട്ടി ഇവിടെ? ഞാൻ ഓഫീസിൽ നിന്ന് വരിക. ഓ, ഐ സി. പിന്നീട് അവനെവിടെങ്ങാനും വന്നോ? പിന്നെ കണ്ടില്ല സർ. കാണില്ല. സത്യത്തിനും നീതിക്കും വേണ്ടി അവന്റെ മോന്തക്കിട്ട് ഞാൻ റെഡി കൊടുത്തു. പട്ടിയെ പോലെ മൂങ്ങിക്കൊണ്ട് അവൻ പോയി. പക്ഷേ അവനാള് സ്വല്പം പെശക. ഇനി എപ്പോഴെങ്കിലും ശല്യപ്പെടുത്താൻ വന്നാൽ കുട്ടി നേരെ എന്റെ അടുത്തേക്ക് വന്നേ. ഇറ്റ്സ് മൈ ഡ്യൂട്ടി. പിന്നെ ഞാൻ നമ്മുടെ ആ പഴയ സുകുമാരക്കുറുപ്പിനെ പിടിക്കാൻ വേണ്ടി ഹുബ്ലിയിലേക്ക് പോവുകയാണ്. അയാൾ അവിടെ ഉണ്ടോ? സൂചനയുണ്ട്. ഇത്തവണ സുകുമാരക്കുറുപ്പിന് എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല. തിരിച്ചു വന്നിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ? ഓക്കെ സർ. മീര, ഒന്നുമില്ല.